ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിനായി 2 തിമോത്തിയോസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. 2 തിമോത്തി chapter 1 verses 8 to 12. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുൻപേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തോലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കരുത് എന്ന ഒരു വിഷയമാണ്. ഈ ലേഖനം എഴുതിയതിൻ്റെ പശ്ചാത്തലം ഞാൻ ഈ പ്രഭാതത്തിൽ വിവരിക്കുന്നില്ല, നിങ്ങൾക്കതറിയാം. രക്തസാക്ഷി മരണം മുന്നിൽ കണ്ടുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. തൻ്റെ ഏറ്റവും അവസാനത്തെ നിർദ്ദേശങ്ങളാണ് ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം. പോൾ വിശ്വാസത്തിൽ താൻ വളർത്തിക്കൊണ്ടുവന്ന തിമോത്തിയെ ധൈര്യപ്പെടുത്തുവാനായി എഴുതുന്ന വാക്കുകളാണ്. 8-ാമത്തെ വാക്യം നമ്മുടെ കഴിഞ്ഞ ധ്യാനത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്നു എങ്കിലും അവിടെയാണ് തുടങ്ങാൻ താല്പര്യപ്പെടുന്നത്. എന്നാൽ ഇത് കുറെ ആഴ്ചകളായതുകൊണ്ട് 1-ാം വാക്യം മുതൽ ഞാൻ പെട്ടെന്നൊരു റിഫ്രഷിംഗ് ആയിട്ട് ചില സൂചനകൾ തന്ന് 8-ാം വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് ഞാൻ അവതരിപ്പിച്ച വിഷയത്തോടുള്ള ബന്ധത്തിൽ അവിടെ നിന്ന് സംസാരിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ആദ്യത്തെ 2 വാക്യങ്ങളിൽ ലേഖനത്തിൻ്റെ ആമുഖമാണ്. 1-ാം വാക്യത്തിൽ ലേഖകൻ ആരാണ് എന്നും ഇതാർക്ക് എഴുതുന്നു എന്നും നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയമകനായ തിമോത്തിയോസിന് എഴുതുന്നത്. 2-ാം വാക്യത്തിൽ ഈ മുഖവരയിൽ തന്നെ തിമോത്തിയോസിനെ വന്ദനം ചെയ്യുകയാണ്. പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിനക്ക് 1 കൃപയും 2 കനിവും 3 സമാധാനവും ഉണ്ടാകട്ടെ. ഇത് പണ്ട് കാലത്ത് കത്തുകൾ എഴുതുമ്പോൾ എഴുത്തുകാർ പ്രയോഗിക്കുന്ന ഒരു രീതിയാണ്. 3 കാര്യങ്ങൾ പറയുന്നു. കൃപ, നമുക്കറിയാം എന്താണ്. അർഹിക്കുന്ന കാര്യം നമുക്ക് കിട്ടാതിരിക്കുന്നതാണ് മേഴ്സി. അർഹിക്കാത്തത് നമുക്ക് തരുന്നതാണ് ഗ്രേസ്. അപ്പൊ ഗ്രേസ്, കനിവെന്നുള്ളിടത്ത് മേഴ്സി, എന്നിട്ട് പീസ്, സമാധാനവും ഉണ്ടാകട്ടെ. കൃപയും കനിവും അല്ലെങ്കിൽ മേഴ്സിയും യേശുക്രിസ്തുവിലൂടെ നമ്മുടെ സ്വന്തമാകുമ്പോൾ, നമുക്ക് അനുഭവിക്കാൻ കഴിയുമ്പോൾ സമാധാനം നമുക്കുണ്ടാകും. ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നാം അനുഭവിക്കുന്ന പല സാഹചര്യങ്ങളിലും നമുക്ക് സമാധാനം ഉണ്ടാകും.
ഈ സമാധാനം നിത്യതയെക്കുറിച്ചുള്ള നമ്മുടെ ഉറപ്പ് നിമിത്തമാണ് ഈ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ശോധനകളുടെ നടുവിലും എൻ്റെ എല്ലാ സാഹചര്യങ്ങളുടെ മേലും ദൈവത്തിൻ്റെ നിയന്ത്രണമുണ്ട് എന്നുള്ള ഉറപ്പ് ആന്തരികമായി നമുക്കുള്ളത് കൊണ്ടാണ് സമാധാനമുള്ളത്. കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ തിമോത്തിയോസിന് പൗലോസ് പ്രോത്സാഹനം കൊടുക്കുകയാണ്. 3-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിക്കുന്നു. കാരാഗ്രഹത്തിൽ കിടന്നും ഹീസ് പ്രേയിങ്. ആ സർക്കംസ്റ്റൻസുകൾ തന്നെ എഫക്റ്റ് ചെയ്യാതെ ഗ്രീറ്റിംഗ്സിൽ തിമോത്തിയോട് പറയുന്നത് പോലെ താൻ ഒരു ദൈവിക സമാധാനം അനുഭവിച്ചുകൊണ്ടാണ് ഈ കത്ത് എഴുതുന്നത്. തിമോത്തിയോട് പറയുകയാണ്, രാവും പകലും ഇടപെടാതെ നിന്നെ ഞാൻ ഓർക്കുന്നു, എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിക്കുന്നു. എത്ര എൻകറേജ്മെന്റ് ആണിത് യൗവനക്കാരനായ തിമോത്തിക്ക് കിട്ടുമ്പോൾ. ശ്രേഷ്ഠനായ അപ്പോസ്തലൻ എന്നെക്കുറിച്ച് ഓർക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുകയാണ്. 3-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, നിന്നെ കണ്ട് സന്തോഷം പൂർണ്ണമാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് പൗലോസിന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. തിമോത്തിക്ക് ഇത് കിട്ടുമ്പോൾ എത്ര വലിയ സന്തോഷമാണ്. എന്നെ ഈ ശ്രേഷ്ഠ അപ്പോസ്തലൻ കാണുവാൻ ആഗ്രഹിക്കുന്നു. 4-5 വാക്യങ്ങൾ പൗലോസ് തിമോത്തിയോടെ നിർവ്യാജ വിശ്വാസത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് ഈ നിർവ്യാജ വിശ്വാസം എവിടെ നിന്ന് ലഭിച്ചു? ആ വിശ്വാസം ആദ്യം നിന്റെ വല്യമ്മ ലോവിസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സിൻസിയർ ജെനുവിൻ ഫെയ്ത്ത്, അപ്പോസ്തലൻ സർട്ടിഫൈ ചെയ്യുന്ന ഒരു ഫെയ്ത്ത് തിമോത്തിക്കുണ്ട്. ധൈര്യമല്ലേ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പിന്നെയും അധികം പ്രോത്സാഹനം തിമോത്തിക്ക് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ പ്രാക്ടിക്കലായി പല കാര്യങ്ങൾ ചിന്തിക്കണം. അദ്ദേഹം ആയിരിക്കുന്ന സാഹചര്യത്തിൽ പരാതിയോ ആവലാതികളോ പകയോ ഒന്നുമല്ല തനിക്ക്. ഒരു ശുശ്രൂഷകനെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയാണ്, ബലപ്പെടുത്തുകയാണ്. 6-ാം വാക്യം, വാസ്തവത്തിൽ ഈ 6-ാം വാക്യത്തിൽ എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം. നമ്മളത് ചിന്തിച്ചതാണ്. ധൈര്യമായിരിക്കാൻ പൗലോസ് തിമോത്തിയോസിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇവിടെ വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു വിലപ്പെട്ടയാളാണ് തിമോത്തി ദൈവരാജ്യത്തിൽ. ക്ഷീണിതനായി ഒരു പക്ഷെങ്കിൽ ഇരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് പൗലോസ് ഈ പ്രോത്സാഹന വാക്കുകൾ പറയുന്നത്. 7-ാം വാക്യം, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നത്. തന്നിലുള്ള കൃപാവരത്തെ ബോൾഡായി പ്രാഗൽഭ്യത്തോടെ ഉപയോഗിക്കാൻ വേണ്ടി, ജ്വലിപ്പിക്കാൻ വേണ്ടി പൗലോസ് തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല എന്നുള്ള ആ ഫസ്റ്റ് സ്റ്റെപ്പ് തിമോത്തിക്ക് ബോധ്യമാകണം. ഭീരുത്വമാണ് പലപ്പോഴും നമ്മളിലുള്ള കൃപാവരങ്ങൾ ജ്വലിപ്പിക്കാതെ നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരങ്ങൾ നീ ജ്വലിപ്പിക്കണം. ഭീരുത്വം നിമിത്തമാണ് പുറമോട്ട് വലിയുന്നത്. ഒന്നാമത് മനസ്സിലാക്കണം, ദൈവം തന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. ആ ഭീരുത്വം കൊണ്ടുവരുന്നത് ദൈവമല്ല, ദൈവാത്മാവുമല്ല. ഇതാണ് ആദ്യം പറയുന്ന, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഇതാണ് 2ാമത്തെ സ്റ്റെപ്പ്. സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ, ദൈവം പകർന്ന കൃപ ഉപയോഗിക്കാൻ.
ദൈവത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുക. അത് സുബോധത്തിന്റെ ആത്മാവാണ്, ശക്തിയുടെ ആത്മാവാണ്, സ്നേഹത്തിന്റെ ആത്മാവ്. സുബോധത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ റൈറ്റ് തിങ്കിങ്. ഒരു സാഹചര്യം വെളിപ്പെട്ട് വരുമ്പോൾ ഭയന്നോടുകയല്ല, ശരിയായ നിലയിൽ ആ കാര്യത്തെ വിശകലനം ചെയ്ത് ചിന്തിക്കുമ്പോൾ ദൈവം ഈ സാഹചര്യത്തിന്മേൽ നിയന്ത്രണമുള്ളവനാണ് എന്ന് മനസ്സിലാക്കി അതിജീവിക്കാൻ കഴിയും. സുബോധത്തിന്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, സ്നേഹത്തിന്റെ ആത്മാവ്. അപ്പൊ ഭയവും ഭീരുത്വവും ഇതൊക്കെയാണ് പലപ്പോഴും പലരെയും അവരിൽ ലഭിച്ച വരദാനങ്ങൾ ഉപയോഗിക്കാതെ വണ്ണം പിറമോട്ട് വലിക്കുന്നത്. സുവിശേഷത്തിന് വേണ്ടി ലജ്ജ കൂടാതെ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യണം. ആത്മാവിന്റെ സജീവ ഓപ്പറേഷൻ നമ്മളിൽ ഉള്ളത് അനുഭവിച്ച് ആ ശക്തിയാലാണ് ഭയന്ന് പിന്നോട്ട് പോകാതെ മുന്നോട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവ്. എന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും കോണിലൊരു ഭയമുണ്ടെങ്കിൽ അതിനെ അകറ്റി ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന വരദാനങ്ങൾ അത് ഉപയോഗിക്കാനാണ്, എക്സർസൈസ് ചെയ്യാനാണ്. നമ്മൾ പലരും പ്രയോജനപ്പെടാതിരിക്കുന്നത് ഭീരുത്വം കൊണ്ടാണ്. അത് സംബന്ധിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ആത്മാവിനാൽ നിറയപ്പെടുക, ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുക. ആയുസ് വേഗം തീർന്നു പോകും. ഒരു ദിവസം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നമ്മൾ നിൽക്കേണ്ടവരാണ്. ഇന്ന് ഞാൻ പറയുന്ന നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ന്യായാസനത്തിന് മുൻപിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അന്ന് ബോധ്യമാകും, ആ മനുഷ്യൻ പറഞ്ഞത് ശരിയായിരുന്നല്ലോ. ബട്ട് ഇറ്റ് വിൽ ബി ടു ലേറ്റ്. നാളെ നടക്കാൻ പോകുന്ന കാര്യത്തിന് വേണ്ടി ഇന്ന് വിതയ്ക്കണം, ഇന്ന് വിതയ്ക്കണം. ഭീരുത്വമാണ് നമ്മളെ പുറമോട്ട് വലിക്കുന്നത്. ഇവിടെ പൗലോസിന്റെ ഒരു വളരെ നല്ല മാതൃക നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഇനി 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശക്തമായ പ്രബോധനം പറയുന്നതിന് മുമ്പ് ആദ്യത്തെ 7 വാക്യങ്ങളിൽ പ്രോത്സാഹനത്തിന്റെ ചില വാക്കുകൾ പറയുകയാണ്. വളരെ നല്ല മാതൃകയാണ്. ചില കാര്യങ്ങൾ പ്രോത്സാഹനമായിട്ട് പറഞ്ഞിട്ട് പിന്നെ ശക്തമായ നിലയിൽ എക്സോർട്ടേഷൻ, പ്രബോധനങ്ങൾ പറയുക. അപ്പൊ തിമോത്തി ഇപ്പോൾ എഫെസോസിലാണ് കർത്തൃവേലയിലായിരിക്കുന്നത്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഈ യുവ പാസ്റ്റർക്കുണ്ട്. ആന്തരികമായും ബാഹ്യമായിട്ടും ഒക്കെ ഉണ്ട്. ഇത് നേരിടുമ്പോൾ സുവിശേഷം പലപ്പോഴും ശക്തമായി പറയാൻ കഴിയാതെ അദ്ദേഹം ഒതുങ്ങുന്ന ഒരു അനുഭവം പോലെയാണ് നമ്മൾക്ക് ചിന്തിപ്പാനായിട്ട് കഴിയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് 8-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരികെയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ. ഞാൻ ആ ഒരൊറ്റ വാക്കിലാണ് നിൽക്കുന്നത്, മറ്റേത് ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അപ്പൊ ദൈവം പരിശുദ്ധാത്മാവിനാൽ തിമോത്തിക്ക് കൊടുത്ത ആ ധൈര്യം ഏറ്റെടുക്കുക, ക്ഷീണിക്കരുത്, ലജ്ജിക്കരുത്. എന്തിനെക്കുറിച്ച്? നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും, അർത്ഥം സുവിശേഷത്തെക്കുറിച്ച്. 2, അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച്. കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് പൗലോസ്. എന്താ കാരാഗ്രഹത്തിൽ കിടക്കുന്നത്? സുവിശേഷം പറഞ്ഞ നിമിത്തമാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളെ കുറിച്ച് ലജ്ജിക്കരുത്. ഇനിയത്തേത് ശ്രദ്ധിച്ച് കേൾക്കണം. ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്നാണ് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നത്. ശരിക്കും നമ്മളത് മനസ്സിലാക്കണം. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുമ്പോൾ ദൈവത്തിനെതിരെ പാപം ചെയ്യുകയാണ്. നമുക്കൊരവസരം കർത്താവ് ഒരുക്കി.
ഒരുക്കിയ നല്ല അവസരം ഏറ്റെടുക്കാതെ, ഇപ്പൊ ഈ സുവിശേഷമൊക്കെ ഇപ്പൊ അവരോട് പറഞ്ഞ അവർക്കതൊന്നും മനസ്സിലാകത്തില്ല, അവർക്കത് ഇഷ്ടപ്പെടത്തില്ല എന്ന് കണ്ടിട്ട് പിൻവലിയുന്നത് ഭയങ്കര പാപമാണ് പ്രിയരെ. ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് സുവിശേഷം പറയാതെ നമ്മളിൽ തന്നെ അത് ഒതുക്കും. കാരണം ഇത് പറഞ്ഞാൽ എൻ്റെ മിത്രങ്ങൾ, ബന്ധത്തിലുള്ളവർ എന്നെ തിരസ്കരിക്കുമോ, തിരസ്കരണ ഭയത്താൽ അവസരങ്ങൾ കിട്ടിയിട്ടും പറയാതെ ഇരിക്കുക. ഇതാണ് ഇവിടെ നിന്ന് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു യുവ പ്രഭാഷകൻ ഉൾവലിയുന്നത് കണ്ട് ധൈര്യപ്പെടുത്തുകയാണ്. നോ, നമ്മളിത് നമ്മളിലേക്ക് അപ്ലൈ ചെയ്യണം. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. അപ്പൊ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ലജ്ജിക്കരുത്. എന്തുകൊണ്ടോ ഞാനത് സംബന്ധിച്ച് നേരത്തെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രസംഗത്തിന് ഇപ്പോൾ മൂർച്ചയില്ലാതെ മെല്ലെ അയവ് വരുത്തുന്നത് പോലെ തിമോത്തിയിൽ കണ്ടുവരികയാണ്. അതെന്താണ്? അങ്ങനെ കട്ടിക്ക് പറഞ്ഞാൽ ആളുകൾ എതിർക്കത്തില്ലേ? നേരത്തെ അദ്ദേഹം കാര്യമായിട്ട് പറയുമായിരുന്നു, പൗലോസിന്റെ കൂടെ നടക്കുന്ന ഒരാളല്ലേ. ഇപ്പൊ എന്ത് പറ്റി? സാഹചര്യങ്ങൾ അതിനങ്ങോട്ട് ഒക്കുന്നില്ല. അത് വളരെ ഒരു സിൻഫുൾ ടെൻഡൻസിയാണ്, നമ്മളിലും ഉണ്ട് ഇതൊക്കെ. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ആത്മനിറവിൽ ബോൾഡാകണം. വളരെ സ്വാഭാവികമായി നമ്മളിൽ വരുന്ന ഒരു ചിന്തയാണ്. എൻ്റെ ഓഫീസിൽ ഞാൻ അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി നിന്നാൽ, ഞാൻ എൻ്റെ സ്കൂളിലോ കോളേജിലോ നിന്നാൽ, സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ സൊസൈറ്റിയിൽ എൻ്റെ നെയ്ബേഴ്സിന്റെ നടുവിൽ നിന്നാൽ അവരെ എന്നെ എന്തായിട്ട് ചിന്തിക്കും? ഈ ഒരു ചിന്തയാണ്. ആളുകൾ തിരസ്കരിക്കും, എന്നെ സ്വീകരിക്കത്തില്ല, അക്സെപ്റ്റ് ചെയ്യത്തില്ല. വി ടേൺ സ്ലോലി. അത് തെറ്റാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപയിൽ ശരണപ്പെടണം. ആത്മാവിനെ തന്നത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല. ഇറ്റ് ഈസ് എ സ്പിരിറ്റ് ഓഫ് പവർ. മറ്റുള്ള ആളുകൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം വളരെ ഒഫെൻസീവായിട്ട് തോന്നിയേക്കാം. അവരുടെ ദൃഷ്ടിയിൽ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ, യോ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടോ എന്ന് ചിന്തിക്കും. ഉണ്ട്, നമ്മളുണ്ട്. എവിടെയും പറയണം. സുവിശേഷം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, സുവിശേഷം എന്താണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, we must preach the gospel. സ്തോത്രം. അവന്റെ ബദ്ധനായ എന്നെക്കുറിച്ചും ലജ്ജിക്കാതെ. അതെന്താ? തിമോത്തിയെ വളർത്തി കൂടെ കൊണ്ട നടന്ന് ഇത്രയും ശുശ്രൂഷയുടെ കാര്യമൊക്കെ പറഞ്ഞു തന്ന പോളിനെ കുറിച്ച് എന്താണ് ഇപ്പോൾ ഈ ലജ്ജിക്കുന്നത്? കാരണം പൗലോസ് ജയിലിൽ കിടക്കുകയാണ്. ഞാനും പൗലോസിന്റെ ആളാണെന്ന് തൻ്റെ ഇടത്തോടെ പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കും ആ അനുഭവം ഉണ്ടാകും. വേണ്ട എനിക്കത്. അപ്പൊ സുവിശേഷം ശക്തമായി പറയുന്നവരെ കുറിച്ച് ലജ്ജിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? സുവിശേഷത്തെ കുറിച്ച് ലജ്ജ, സുവിശേഷം പറയുന്നവരെ കുറിച്ച് ലജ്ജ. ഇതൊരു പാപമാണ് പ്രിയരെ. നമുക്ക് അല്പം കൂടെ ഞാനതൊന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുക. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാര്യമായിട്ടാണ്, നമ്മുടെ ആപ്ലിക്കേഷൻ, ലജ്ജിക്കുന്ന ഈ പാപം പല വിധത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, ഞാൻ സൂചിപ്പിച്ചതുപോലെ അവസരങ്ങൾ കിട്ടുമ്പോൾ സുവിശേഷം പറയാതിരിക്കുക, ശാന്തമായി നിൽക്കുക, ഒന്നും മിണ്ടാതിരിക്കുക, ഒരു സാക്ഷിയാകാതിരിക്കുക. മൗനം ആ കാര്യത്തിൽ പാപമാണ്. ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് പ്രിയരെ, അവിശ്വാസിയോ വിശ്വാസിയോ ക്രൈസ്തവനോ അക്രൈസ്തവനോ സകലരോടും എൻ്റെ ഉള്ളിലെ വാഞ്ച ആഗ്രഹിക്കും, സ്പീക്ക് ദ ഗോസ്പൽ. സുവിശേഷം പറയണം. കഴിഞ്ഞ ദിവസം എനിക്കൊരു അവസരം ഉണ്ടായി. ഒരു സംഘടന, അവിടെയെല്ലാം സമുദായ പശ്ചാത്തലത്തിലുള്ളവരാണ്. ഞാൻ സുവിശേഷം പറഞ്ഞു. അവസാനം ഒരാള്
നന്ദി പറയാൻ എഴുന്നേറ്റ ആള് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളെ അസ്വസ്ഥരാക്കിയെന്ന്. അതൊന്നും എനിക്ക് വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഏറിയ കൃപ വേണം, എനിക്ക് ഏറിയ കൃപ വേണം. ഒരു കാരണവശാലും ദൈവത്തിന്റെ തിരുഹിതത്തിൽ അവസരം ഒരുക്കിയിട്ട് എനിക്ക് സുവിശേഷം പങ്കുവെക്കാൻ ഒത്തില്ലെങ്കിൽ കാൽവറി ക്രൂശിലെ ആ യാഗം സംബന്ധിച്ച് എനിക്ക് എന്തറിയാം? പിതാവാം ദൈവം പുത്രനെ തന്ന് കൊടുത്ത വില എത്ര വലിയതാണ്. ഇത് ഞാൻ ചിന്തിച്ചാണോ നടക്കുന്നത്? അങ്ങനെ ചിന്തിക്കായിരുന്നെങ്കിൽ എനിക്ക് ആവേശം വരത്തില്ലേ? എന്റെ നെയ്ബേഴ്സിനോട് ഞാൻ പറയത്തില്ലേ? എന്റെ നാട്ടുകാരോട് പറയത്തില്ലേ? 2, എങ്ങനെയാണ് നമ്മൾ ലജ്ജിക്കുന്നത്? നമ്മൾ സാധാരണ എങ്ങനെയാണ്? കുടുംബയോഗത്തിനൊരു ക്ഷണം കിട്ടി. കുടുംബയോഗത്തിൽ ക്ഷണത്തിൽ അവരെ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് കാണുന്ന അല്ലെ ഒരു ആത്മീക സന്ദേശം തരുമെന്ന്. അരമണിക്കൂർ സമയം കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ അരമണിക്കൂർ യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ രക്ഷ എന്ന് പറഞ്ഞത് വിവരിക്കേണ്ടതിന് പകരം വളരെ തന്ത്രപരമായി വേറെ ഒരു ദിക്കിലേക്ക് അതിനെ വളച്ചൊടിച്ചു കൊണ്ടുപോകും. ഇല്ലേ? എന്താണ്? എല്ലാവരും നമ്മളെ ഒരു നല്ല പ്രഭാഷകനായിട്ട് മാനിക്കണം. സുവിശേഷം പറഞ്ഞ് വെറുതെ എന്തിനാ നമ്മൾ ഒരു കലഹം ഉണ്ടാക്കുന്നതെന്ന ചിന്തയാ പലർക്കും. സംഭാഷണം എല്ലാവർക്കും കൂടുതൽ സ്വീകാര്യമായ മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ തന്ത്രപരമായി സൗമ്യമായി മാറ്റിക്കളയും. നിങ്ങൾ ഈ പറയുന്നല്ലോ ഈ സ്നാനമെന്നുമൊക്കെ, നിങ്ങൾ ഈ പറയുന്നല്ലോ യേശു പെട്ടെന്ന് അങ്ങനെയൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ ഈ രാഷ്ട്രീയ ബീഹാറിലെ കാര്യമാണ് ഞാൻ ഓർക്കുകയായിരുന്നു. കണ്ടോ, ഇന്ത്യകാലത്തിന്റെ ലക്ഷണമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ കൂടെ ജാതിയോടും മതങ്ങൾ മതത്തോടും ഒക്കെ പ്രശ്നമാണ്. യേശുക്രിസ്തുവിനൊക്കെ എന്ത് ചെയ്യും? അവസരം കിട്ടുമ്പോൾ പറയാതിരിക്കുക. അവസരം കിട്ടി ടോപ്പിക് ഇങ്ങോട്ട് ഇട്ട് തന്നാ പോലും ന്യൂട്രൽ എന്ന് നമ്മുടെ ഒരു മലയാളം ന്യൂട്രലിൽ നിൽക്കുക, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പോവുക. എന്താണ്? ലജ്ജയാണ്. അതാണ് കാര്യം. പെന്തക്കോസ്തുകാരനാണെന്ന് ധൈര്യത്തോടെ നാണം കേടില്ലാതെ പറയാനുള്ള ആർജവം നമുക്കുണ്ടാകണം. നിങ്ങൾ പെന്തക്കോസ്തിലെ പാസ്റ്ററാണോ? അതെ. പെന്തക്കോസ്തിലെ വിശ്വാസിയാണോ? ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് പോകാറുണ്ട്. അതിനാ? പ്രൈസ് ദി ലോർഡ്. 3, സത്യത്തിന്റെ പൂർണ്ണമായ വെളിപ്പെടുത്തലിൽ നിന്ന് പലരും പലപ്പോഴും പിന്മാറും. എങ്ങനെ? നല്ലൊരു ഉദാഹരണം പറയാം. യേശുവിലൂടെ മാത്രമേ ഉള്ളൂ രക്ഷ. രക്ഷിക്കപ്പെടണം എല്ലാവരും രക്ഷിക്കപ്പെടണം. പറഞ്ഞു സ്നാനം പക്ഷെ പറയില്ല. അതെന്താണ്? പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും. വേർപെടണം പറയത്തില്ല. എന്താ? പറഞ്ഞാല് ബുദ്ധിമുട്ടുണ്ടാകും. ഒരു വലിയ യോഗത്തിന് ഒരിക്കൽ എന്നെ വിളിച്ചു. പ്രധാനമായിട്ട് അവർ വിളിച്ചത് ഒരാൾക്ക് വേണ്ടി തർജിമ ചെയ്യാനാണ്. ഇതൊരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അറിയപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി തർജിമ ചെയ്യാൻ ഞാൻ തർജിമ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ സംഘാടകർക്കൊരു തോന്നൽ, എനിക്കൊരു സെഷൻ പ്രസംഗിക്കാൻ തരണമെന്ന്. അത് എക്യുമെനിക്കൽ മീറ്റിംഗ് ആണ്. അപ്പോൾ എനിക്കൊരു നിയോഗം പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ പറയണം. പക്ഷെ ഒരു സംഭവം നടന്നു. സംഘാടകരുടെ കമ്മിറ്റി അംഗങ്ങൾ തലേ ദിവസം വൈകിട്ട് എന്നെ വന്ന് കാണേണ്ടവണ്ണം കാണാൻ വന്നതാണ്. എന്താണ്? പാസ്റ്ററെ, ഇവിടെ എല്ലാവരും കൂടുന്ന ഇടമാ, എല്ലാം പറയരുത്. ഞാൻ ചോദിച്ചു, എന്താ ഉദ്ദേശിച്ചേ? അല്ല, അറിയാമല്ലോ, എല്ലാം പറയരുത്, ഇങ്ങനെ പറയത്തുള്ളൂ. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എന്താ സ്നാനമാണോ? അല്ല, എല്ലാവരും വരുന്നിടമല്ലേ, എല്ലാം പറയരുത്. കേൾക്കണേ. അപ്പൊ എന്നെ മനസ്സിലിരിക്കുന്നത് എനിക്ക് പ്രാർത്ഥനയെക്കുറിച്ച് പറയണമെന്നാ. പക്ഷെ ഞാനത് അവരോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ഗ്യാരണ്ടി എനിക്ക് തരാനൊക്കത്തില്ല. അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പ്രസംഗിക്കാൻ സാധ്യമല്ല. പറഞ്ഞു, വേണ്ട.
തർജ്ജിമ ചെയ്തിട്ട് ഞാൻ മടങ്ങി. പക്ഷെ മടങ്ങുന്നതിന് മുമ്പ് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഒരു CSI പുരോഹിതനോട് സുവിശേഷം പറഞ്ഞ് പിൻകാലങ്ങളിൽ അദ്ദേഹം സ്നാനപ്പെടുവാനിടയായി. അദ്ദേഹം ഇപ്പോഴുമുണ്ട്, വെസ്റ്റ് ബംഗാളിൽ ഒരു മിഷണറി ആയിട്ട് പ്രവർത്തിക്കുക. നോ കോംപ്രമൈസ് വിത്ത് ദ ഗോസ്പൽ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അത് ഒരിടത്ത് ഷെയർ ചെയ്തപ്പോൾ ഞാൻ ഇരുന്ന് ചിന്തിച്ചു. വാസ്തവത്തിൽ അത് എനിക്കൊരു ടെസ്റ്റായിരുന്നു. ഭയങ്കര പുരുഷാരമാണ്. എനിക്ക് അവസരം തരികയാണ് അവിടെ പ്രസംഗിക്കാൻ. അവർ വന്ന് പറയാണ്, യു ക്യാൻ പ്രീച്ച് ബട്ട് നോട്ട് എവറിത്തിങ്. എൻ്റെ ഹൃദയത്തിൽ നിയോഗമുള്ളത് പ്രയറിനെ കുറിച്ച് പറയുകയാണ്. പക്ഷെ അവരുടെ ഈ ഒരു നിയമത്തിന് വിധേയപ്പെടാൻ ഞാൻ തയ്യാറല്ല. ചിലപ്പോൾ ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ സ്നാനം പറഞ്ഞെന്നിരിക്കും, അല്ലാതെ ഇന്നതേ പറയാവൂ ഇന്നതേ പറയാവൂ. നോ, അംഗീകാരമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് ഭയം വരുന്നത്. നിങ്ങളിൽ ചിലർ സ്റ്റേണായിട്ട് നിങ്ങളുടെ സമൂഹത്തിൽ ഒരു സ്റ്റേൺ സ്റ്റെപ്പ് എടുക്കാത്തത് എന്താ? അഫ്രൈഡ് അല്ലേ? ഇപ്പൊ എവിടാ പോകുന്നത്? ഇപ്പം എവിടെ അംഗത്വം? എവിടാ? അവിടെ ഉണ്ട്. No. Be bold for Christ. ഞാൻ പിന്നീട് പറയാം എന്താണ് നമുക്ക് ആ തള്ളല് തരുന്നതെന്ന്. ഒന്ന് ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ്. ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ ഒരു സദസ്സ് നമുക്ക് തുറന്നു കിട്ടി, നമുക്ക് പറയാൻ പ്രാഗൽഭ്യം ദൈവം തരുമ്പോൾ പൂർണ്ണ സത്യങ്ങളെ വെളിപ്പെടുത്താതെ തന്ത്രപരമായി ആളുകളെ രസിപ്പിക്കുന്ന അനുഭവം സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയുള്ളത് കൊണ്ട്. That's a sin. Praise the Lord. ഈ ഒരു പാപം തിമോത്തി ചെയ്തു എന്ന് ഞാൻ പറയുകയല്ല. ഞാൻ നമുക്കാണ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത്. എന്നാൽ പൗലോസ് ഇത് തിമോത്തിയോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ തിമോത്തി ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിലേക്ക് വഴുതിപ്പോകാനുള്ള സാധ്യത അദ്ദേഹം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് പറയുന്നത്. തിമോത്തി, യു ഹാവ് ടു ബി കെയർഫുൾ. ആദ്യമായി എൻകറേജ്മെന്റ് ഒക്കെ പറഞ്ഞിട്ട് എക്സോർട്ടേഷൻ ആണ്. അഷെയിംഡ് ആകരുത്. തിമോത്തിയുടെ മുൻപിൽ ഈ ഒരു സാധ്യതയാണ് പോൾ കാണുന്നത്. അദ്ദേഹം സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിച്ചു പോകുമോ? അതുകൊണ്ട് പൗലോസ് വാൺ ചെയ്യുക. പ്രസംഗിക്കുമ്പോൾ വെള്ളം ചേർത്തിട്ട്, അല്ലെങ്കിൽ അവര് പറയും കുത്തുകാന്ന്. അങ്ങനെ കുത്തുകാന്ന് പറഞ്ഞ് ഇവിടുന്ന് കുറെ പേര് പോയാലും ഒരു നിലയിലും നിൽക്കരുത്. Preach the gospel. തിമോത്തി അയവ് വരുത്തുമോ? വെള്ളം ചേർക്കുമോ? അകത്തും പുറത്തുമുള്ളവർ പരാതി പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുമോ? ഒഴിയരുത്. അതാണ് ഈ എക്സോർട്ടേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെങ്കിൽ തിമോത്തി മടിച്ചു നിൽക്കുന്നവനും ഒതുങ്ങി നിൽക്കുന്നവനും അല്പം ഭീരുവും ആയി തീർന്ന് കാണും. അതാണ് പോൾ ഇങ്ങനെ ശക്തമായ നിലയിൽ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. എഫെസോസ് സഭ പൗലോസ് തുടങ്ങിയ സഭയാണ്. ചുമതല ഇപ്പോൾ തിമോത്തിക്കാണ്. അയവ് വരുത്തരുത്. സ്റ്റാൻഡ് സ്ട്രോങ്. ഈ വലിയ പാപത്തെക്കുറിച്ച് പൗലോസ് വാൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം 8, 9, 10 ഈ വാക്യങ്ങളിൽ ആ 8ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു മറുപടി നമുക്ക് അവിടെ നിന്ന് ഗ്രഹിപ്പാനായിട്ട് കഴിയും. ഒന്ന് വായിക്കാമോ? അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. ഇനിയും സുവിശേഷം എന്താണെന്ന് ഗ്രഹിച്ചാൽ ലജ്ജിക്കാൻ ഒരു സാധ്യതയുമില്ല.
അതാണ് 9-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്ത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുൻപേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും. തിമോത്തി, നീ ലജ്ജിക്കരുത് എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയുടെ സുവിശേഷം നിമിത്തം ലജ്ജിക്കരുത്. അതും നമ്മൾ ചിന്തിച്ചതാണ്. എന്നാൽ പെട്ടെന്ന് ഞാൻ അതുകൂടെ ഒന്ന് പറയാൻ താല്പര്യപ്പെടുകയാണ്. നോക്കിക്കേ, ആ വാക്യം, അതിൻ്റെ 9-ാം വാക്യം, അവൻ നമ്മെ രക്ഷിക്കുകയും. ദൈവം തമ്പുരാൻ ക്രിസ്തുവിലൂടെ നമ്മളെ രക്ഷിച്ചു. രക്ഷിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷിച്ചു, നരകത്തിൽ നിന്ന് രക്ഷിച്ചു, കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനിൽ നിന്ന് സുവിശേഷം നമ്മളെ രക്ഷിച്ചു. ആ രക്ഷിച്ച സുവിശേഷത്തെ ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജിക്കാൻ വകുപ്പില്ല. I will not be ashamed of the gospel. അവൻ നമ്മെ രക്ഷിക്കുകയും പിതാവാം ദൈവം മുൻകൈയെടുത്ത് ക്രിസ്തുവിലൂടെ നമ്മെ നിത്യമായ നാശത്തിൽ നിന്നും പൂർണ്ണമായി രക്ഷപ്പെടുത്തി നമ്മെ മോചിപ്പിച്ചു. എങ്ങനെയാ ഒരു സദസ്സ് കിട്ടുമ്പോൾ ഇത് പറയാതെ ഇരുന്നത്? Have you understood the gospel? Timothy, don't be ashamed because of the gospel. അത്ര ശ്രേഷ്ഠമാണ്. എന്നിട്ട് വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. ദൈവം അവിടുത്തെ ആത്മാവിനാൽ നമ്മെ കർത്താവിങ്കലേക്ക് ആകർഷിക്കുക, രക്ഷയിലേക്ക് ആകർഷിക്കുകയാണ്. വിശുദ്ധ വിളി കൊണ്ട് ലോകത്തിൽ നിന്ന് നമ്മളെ വേറിട്ട് നിർത്തിയിരിക്കുക. We are set apart for holy living. ഇതാണ് സുവിശേഷം. ഇത് നാട് മുഴുവനും കേൾക്കേണ്ടതാ, തലമുറകൾ കേൾക്കേണ്ടതാ, അയൽവാസികൾ കേൾക്കേണ്ടതാ. ദൈവം ഒരുക്കുന്ന എല്ലാ ഇടത്തും ഇതാണ് പറയേണ്ടത്. ഗോസ്പൽ എത്ര ശ്രേഷ്ഠമാണ്! ഇത് രക്ഷിക്കുന്ന സുവിശേഷമാ. ഭയന്ന് ഞാൻ മിണ്ടാതെ ഇരിക്കുമ്പോൾ ആളുകൾ ഇത് അറിയാതെ പോവുകയല്ലേ? വിശുദ്ധ വിളികൊണ്ട് നമ്മളെ വിളിച്ച സുവിശേഷം. എന്നിട്ട് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്വാളിറ്റി കൊണ്ടല്ല രക്ഷപ്പെട്ടത്. ഇതല്ലേ നാടറിയേണ്ടത്. നമ്മുടെ ഒരു മെറിറ്റിലുമല്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ യാഗമരണത്താല സകല കാലത്തിന് മുൻപേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നു. നിത്യമായ വിളിയായിരുന്നത് സുവിശേഷത്തിന്റെ വിളി. അപ്പൊ 8-ാമത്തെ വാക്യത്തിൽ ലജ്ജിക്കരുത്. എന്തുകൊണ്ട് ലജ്ജിക്കരുത്? സുവിശേഷത്തിന്റെ ശ്രേഷ്ഠത അത്ര വലുതാണ്. ലജ്ജിക്കരുത്, ലജ്ജിക്കരുത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നു എന്ന് ഞാൻ ചിന്തിക്കട്ടെ. തിമോത്തിയോട് പൗലോസ് പറയുകയാണ്, ലജ്ജിക്കരുത്. കാരണം സന്ദേശം അത്ര വിലയേറിയതാണ്, സുവിശേഷത്തിന്റെ സന്ദേശം. പക്ഷെ ദുഃഖകരമായ കാര്യം, പെന്തക്കോസ്ത് സമൂഹത്തിൽ പോലും സുവിശേഷം അറിഞ്ഞുകൂടാ, ക്ലാരിറ്റി ഇല്ല. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾക്ക് സുവിശേഷത്തെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ലെങ്കിൽ എന്നോട് പറയണം. I will come and personally spend time with you to explain the gospel in a way that you can understand. ഞാൻ പെന്തക്കോസ്തുകാരുമായിട്ട് പലരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ആ കൂടെ പറയുന്നത് സ്നാനപ്പെട്ടു എന്നാണ്. സ്നാനത്തിന് മുമ്പ് നടക്കേണ്ടതാണ് ആത്മരക്ഷ. വിശ്വാസത്താലാണ് നീതീകരണം. അങ്ങനെ ഉള്ളവരാണ് പോയി സ്നാനപ്പെടേണ്ടത്. 10-ാം വാക്യം. അപ്പൊ നമ്മൾ ഇപ്പോൾ വായിച്ചത് ആ 8-ാം വാക്യം. 9-ാം വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത് ഈ ലോകത്തിൽ ലജ്ജിക്കുവാനായിട്ടല്ല. തിമോത്തിയോട് അതാണ് പറയുന്നത്. ലജ്ജ വരുന്നോ? He has chosen you. He has saved you. ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ
നമ്മളെ ക്രിസ്തുവിൽ ദൈവം കണ്ടതാ. സമയം വന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ സുവിശേഷം നിമിത്തം ക്രിസ്തുവിങ്കലേക്ക് ആകർഷിച്ചു. എന്നിട്ട് രക്ഷിക്കപ്പെട്ട ശേഷം സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുകയാണോ? There is no logic in this. ധൈര്യപ്പെടുത്തുകയാണ്. അത് യുക്തിരഹിതവും പൊരുത്തമില്ലാത്തതും ആണ്. ലജ്ജിക്കരുത്. അവൻ നമ്മെ രക്ഷിച്ചു, നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല. 10-ാം വാക്യത്തിൽ, ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെടാനിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ സുവിശേഷത്തിലൂടെയാണ് മരണം നീങ്ങിയതെന്ന്. ആ വാക്ക് ചിലർ കേട്ടാ ഇനി മരിക്കത്തില്ല എന്നാ ചിന്തിക്കുന്നത്. അങ്ങനൊക്കെ കുറച്ച് യുവാക്കൾ ഇറങ്ങിയതായിരുന്നു. അതാ വാക്ക് മനസ്സിലാകാത്തോണ്ടതാണ്. ഇപ്പോൾ മരണം നീക്കുകയും, ഇംഗ്ലീഷിൽ അബോളിഷ്ഡ് എന്ന വാക്ക. നീക്കുക എന്ന് പറഞ്ഞാൽ മരണം ഇനി ഇല്ലാതെ ഇരിക്കുക എന്ന അർത്ഥമല്ല. ശ്രദ്ധിച്ച് കേൾക്കണം. അതിന്റെ അർത്ഥം മരണഭയം ഒരു വിശ്വാസിക്ക് മാറി. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ വിട്ടുപിരിഞ്ഞ് കർത്താവിന്റെ കൂടെ ആയിരിക്കുന്നത് അത്യുത്തമം. സുവിശേഷ നിമിത്തം ഒരു വിശുദ്ധന് മരണമിനിയും ഭയമല്ല. ഇതിനപ്പുറത്ത് കാര്യമുണ്ടെന്ന് സുവിശേഷത്താൽ മനസ്സിലായി ഗ്രഹിച്ചു. ഇപ്പൊ ചാകുമെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഓക്കേ. ഞാൻ പ്രിയം വെച്ച ദൈവസന്നിധിയിൽ ഞാൻ എത്തിച്ചേരും. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ അബോളിഷ്ഡ് എന്ന വാക്കുകൊണ്ടേ അർത്ഥം കംപ്ലീറ്റ് ആയി അനഹൈലേഷൻ നടന്നു, എല്ലാം കൂടെ പൂർണ്ണമായി മരണം അങ്ങ് തീർന്നെന്നല്ല. അതിന്റെ അർത്ഥം മരണത്തിന്റെ ഭയത്തെ നീക്കി, എഫക്റ്റിനെ നീക്കി. അതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും നിമിത്തമാ സുവിശേഷത്തിലെ കാതലായ കാര്യമാണ്. അതുകൊണ്ട് പ്രവാചകൻ വന്ന് നീ ചത്തുപോകുമെന്ന് പറഞ്ഞ ഉടനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. തിരിച്ചു വേണേ പ്രവാചകനോടും പറയാം, താങ്കളും മരിക്കും. പണ്ടൊരിക്കലും ഒരു പ്രവാചകൻ എന്നോട് അങ്ങനെ പ്രവചിച്ചതാണ്, മരിച്ചു പോകും. അത് കറക്റ്റാ കേട്ടോ. അത് നമ്മളെല്ലാം മരിക്കത്തില്ലേ? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. മരണം നമുക്കിനിയും ഭയമല്ല. നിങ്ങളിത് ചിന്തിക്കണം. നമ്മളെല്ലാവരും ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. പക്ഷെ മരണം ഒരു വിശുദ്ധന് പേടിയില്ല. അതിന്റെ കാരണം ജീസസ് has conquered death. സ്തോത്രം. അതെങ്ങനെയാ ഈ ഭയം മാറിയത്? സുവിശേഷത്താൽ. ഈ സുവിശേഷത്തെ കുറിച്ച് നീ ലജ്ജിക്കരുത്. മരണത്തിന് നമ്മുടെ മേലുള്ള എല്ലാവിധമായ ആ ഭയവും കർത്താവ് നീക്കി. സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്തു. ഇമ്മോർട്ടൽ സ്റ്റേറ്റ്. അതെങ്ങനെയാ? കർത്താവായ യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, റിസറക്റ്റഡ് ബോഡിയോടുകൂടി. അതാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. അല്ലാതെ ചില ആളുകൾ തെറ്റിദ്ധരിച്ച പോലെ ഇനിയും വിശ്വാസികൾക്ക് മരണമില്ല, എന്നും ജീവിക്കുക, അങ്ങനല്ല. അതെ, എന്നുമെന്നും ജീവിക്കുകയാണ്. പക്ഷെ ഒരിക്കൽ മരണമുണ്ട്. ആ മരണമല്ല അവസാനം. കർത്താവായ യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. നമ്മൾ അവിടുത്തെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. നമുക്ക് ഉയർത്തെഴുന്നേറ്റ ശരീരമുണ്ടാകും, തേജസ്കരിക്കപ്പെട്ട ശരീരമുണ്ടാകും. ഒരു ദൈവദാസൻ ഭയങ്കര വെള്ളച്ചാട്ടമുള്ള ഒരു സ്ഥലത്ത് ടൂറിസ്റ്റുകളുമൊത്ത് അദ്ദേഹം പോയി നിൽക്കുക. ഭയങ്കര അതിശക്തമായ വെള്ളച്ചാട്ടം. അവൻ ടൂറിസ്റ്റിലെ സംഘാടകര് പറഞ്ഞ് ചാടാം, നമുക്ക് ചാടാം, അങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രമാണ്, ചാടാം. അയ്യോ, അയാള് ഇവിടെ ആര് ചാടും? ഇവിടെ ആര് ചാടും? അദ്ദേഹം കൂടെയുള്ള ആളുകളെല്ലാം കൂടി ഇങ്ങനെ പേടിച്ചിരിക്കുക. അപ്പോഴാ നാട്ടിലെ ഒരു ലോക്കൽ ചെറുക്കൻ അതുവഴി വന്നിട്ട് ഇവരെ നോക്കി, എന്നാ പേടിച്ചിരിക്കുന്നത്? അവരൊന്നും മിണ്ടാൻ നിൽക്കുമ്പോ ഈ ചെറുക്കനെടുത്ത് ഒരൊറ്റ ചാട്ടം വെള്ളത്തിനകത്തോട്ട്. അവര് വാ വിളിച്ച് അന്തം വിട്ട് നിൽക്കുകയാണ്. ഉടനെ ദൈവദാസന്റെ ഉള്ളിൽ വന്നത് ഇത് കഴിഞ്ഞു. അപ്പോഴാണ് 2 സെക്കൻഡ് 3 സെക്കൻഡ് കഴിഞ്ഞ് ചെറുക്കനുണ്ട് മേളിലോട്ട് പൊന്തി വന്നിട്ട് അവരെ നോക്കി ഇങ്ങനെ ചിരിക്കുക.
ഉടനെ ഇവരുടെ സംഘം പറയാ, ഇനി ഞാനാ. പേടി മാറി. ഇതാ കർത്താവ് ചെയ്തത്. നേരത്തെ മരണം ആളുകൾക്ക് പേടിയായിരുന്നു. യേശു കർത്താവ് മരണത്തിലൂടെ കടന്ന് മരണത്തെ തോപ്പിച്ച് he came out. നമ്മൾ പുറത്തു വരും. സുവിശേഷത്തിന്റെ കാതലായ സന്ദേശമാണ്. അതുകൊണ്ട് തിമോത്തി, ഇത് ലജ്ജിക്കാനുള്ള ദൂതല്ല. നീ ലജ്ജിക്കരുത്. ആളുകളോട് ഇത് പറയണം. പുറമോട്ട് നിന്നെ നിർത്തരുത്. ഇത് പ്രൈസ് ദി ലോർഡ്. സുവിശേഷം നമുക്ക് ധൈര്യം തരണം. ക്രിസ്തുവിലൂടെയുള്ള ഈ സദ്വർത്തമാനം, അത് പറയാനുള്ള ഉത്സാഹം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകണം. എത്ര വലിയ സന്ദേശമാണ് സുവിശേഷത്തിൽ. നമ്മുടെ ഒരു പുണ്യപ്രവർത്തികൾ കൊണ്ടല്ല, കൃപയാൽ, വിശ്വാസം മൂലം കർത്താവ് നമ്മളെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. മരണഭയം മാറ്റി, ഭാവിയിലെ കുറിച്ചുള്ള പ്രത്യാശ തന്നു. എന്നുമെന്നും ദൈവത്തോടു കൂടെ നമ്മളായിരിക്കും. പ്രത്യാശ നമ്മുടെ ഉള്ളത്തിൽ തന്നു. സുവിശേഷമുണ്ട്. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കരുത്. 8-9 വാക്യങ്ങൾ. സുവിശേഷം നിമിത്തം നീ ലജ്ജിക്കരുത്. 8-9 വാക്യം ഒന്നുകൂടെ വായിക്കാമോ? അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ഭക്തനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, പിന്നെ സകല കാലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത ഇത്ര വലിയ മെസ്സേജ് ആണ്. ഡോണ്ട് ബി അഷെയിംഡ് ഓഫ് ജീസസ് ആൻഡ് ദ ഗോസ്പൽ. ആ ഗോസ്പൽ പ്രചരിപ്പിക്കുന്നവരോട് ഐഡന്റിഫൈ ചെയ്യാനും ലജ്ജ ഉണ്ടാകരുത്. ഓക്കെ, 10-ാം വാക്യം പൂർണ്ണമായിട്ട് വായിച്ചോ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. 11-ാം വാക്യം. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. തിമോത്തി, വിളിയെക്കുറിച്ചും അപ്പോയിന്റ്മെന്റിനെ കുറിച്ചും ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് ലജ്ജ വരുന്നില്ല. പൗലോസ് തന്റെ സാക്ഷ്യം പറയാണ്. തന്റെ ഉദാഹരണം ഈ യൗവനക്കാരനോട് പറയാണ്. തിമോത്തി, എന്റെ അനുകാരിയാക്, എന്നെ അനുഗമിക്ക്. ഈ ശ്രേഷ്ഠമേറിയ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ലോക്കൽ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കണ്ടുകൊണ്ട് ഞാൻ പോയി ആപ്ലിക്കേഷൻ കൊടുത്ത് കയറിയതല്ല. ഇത് ദൈവിക നിയമനമാ. അതുകൊണ്ട് എനിക്ക് ലജ്ജയില്ല. എന്റെയും നിങ്ങളുടെയും വിളിയെക്കുറിച്ചും നിയമനത്തെക്കുറിച്ചും നല്ല ബോധ്യമുണ്ടെങ്കിൽ ഒരു നിലയിലും സുവിശേഷത്തെക്കുറിച്ച് ലജ്ജ വേണ്ട. അതാണ് പലർക്കും ഇല്ലാത്തത്. അതാണ് പ്രശ്നം. ജീവിതം പാഴാകരുതേ. പൗലോസ് തിമോത്തിയുടെ മുൻപിൽ ഒരു നല്ല എക്സാമ്പിളായി നിൽക്കുക. നോക്കിയ, ഒന്നാമത് അദ്ദേഹത്തിന്റെ ദൗത്യത്തെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പൗലോസിന് ഭയങ്കര സ്ട്രോങ് കൺവിക്ഷനാണുള്ളത്. നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാക്കാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരുപാട് ചിന്തിക്കേണ്ടത്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ദമസ്കോസിന്റെ പടിവാതിക്കൽ മുതൽ ആ വിളിയുണ്ടായി, തെരഞ്ഞെടുപ്പുണ്ടായി, എന്നിട്ട് തന്നെ നിയമിക്കുകയാണ്. ഒന്ന് പ്രസംഗിയായിട്ട്. അർത്ഥം എന്താണ്? ഹീസ് എ പ്രൊക്ലൈമർ. പ്രഘോഷിക്കുന്നവനാണ്. ഉപദേഷ്ടാവ്, പ്രഘോഷിക്കപ്പെടുന്ന കാര്യങ്ങളെ വിശദീകരിക്കുന്നയാൾ. അപ്പോസ്തലൻ, പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ദൈവം അയച്ചയാള്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഞാനിതുകൊണ്ട് ആരെന്തോ പറഞ്ഞാലും നമുക്ക് വിഷയമല്ല.
എന്നെ കർത്താവ് വിളിച്ചിട്ടുണ്ടെന്നും കർത്താവ് എന്നെ നിയമിച്ചിട്ടുണ്ടെന്നും അന്തരാത്മാവിൽ നല്ല ഉറപ്പുണ്ട്. അതെവിടെയെങ്കിലും ഒന്ന് പതറുന്ന പോലെ തോന്നിയാൽ go to the scriptures, read the scriptures, be strengthened in the Holy Spirit. എത്ര പേര് പാര വെച്ചിട്ടുണ്ടെന്നറിയാമോ? പിശാച് എത്ര ആളുകളെ തന്ത്രപരമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നറിയാമോ? എന്തിനാണ്? മനസ്സ് പഠിപ്പിക്കാൻ, ഭയത്തിലും ഭീരുത്വത്തിലും ആക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, സുവിശേഷം മെസ്സേജിനെ കുറിച്ച് നല്ലൊരു ഉറപ്പ് വേണം. 2, നമ്മുടെ നിയമനത്തെക്കുറിച്ച് നമുക്കൊരു ഉറപ്പ് വേണം. ലജ്ജിക്കരുത് എന്ന് തിമോത്തിയോട് പോൾ പറയുകയാണ്. സ്തോത്രം. അതാണ് 11-ാം വാക്യം. എന്നിട്ട് 12-ാം വാക്യം, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. അത് നിമിത്തം, അതിൻ്റെ ആദ്യ ഭാഗം, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. ഒരു പ്രസംഗിയായിട്ടും അപ്പോസ്തലനായിട്ടും ഉപദേഷ്ടാവായിട്ടും സ്വർഗീയ നിയമനം കിട്ടിയത് കൊണ്ടാണ് സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത്. വളരെ കടുത്ത വില പൗലോസ് ഈ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ കൊടുക്കുക. എന്നാലും അദ്ദേഹത്തിന് ഒരു ലജ്ജയും ഇല്ല. സത്യമായിട്ടും സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിന്നാൽ കഷ്ടം അനുഭവിക്കും. ഇത് 2 തിമോത്തിയോസിന്റെ ലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ ഈ ലേഖനത്തിൽ ഉടനീളം നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത്. 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ക്രിസ്തുവേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടി കഷ്ടം സഹിക്കുക. തിമോത്തി, ഇപ്പൊ ആരാണ്ട് ഏതാണ്ട് നിന്നെ ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞ നീ ചൂളരുത്, നീ ഭയപ്പെടരുത്. ഈ കഷ്ടം സുവിശേഷത്തിന് വേണ്ടി അനുഭവിക്കാനാണ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ക്രിസ്തുവേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടി കഷ്ടം സഹിക്കുക. അപ്പൊ പൗലോസ് ശക്തമായ നിലയിൽ കഷ്ടം അനുഭവിക്കുന്നുണ്ട്. തിമോത്തിയോടും അദ്ദേഹത്തിന് പറയാനുള്ളത്, വണ്ടി കിട്ടും, വീട് കിട്ടും, നീ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ ഏതാണ്ട് വമ്പൻ കാര്യമാകുമെന്നല്ല, നീ കഷ്ടം അനുഭവിക്കും. ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാവൂ. അല്ല സുവിശേഷ വേല കിട്ടിക്കഴിഞ്ഞാൽ കാറ് കിട്ടുമെന്നും വീട് കിട്ടുമെന്നൊന്നും അല്ല വേദോസം പറയുന്നത്. യു വിൽ സഫർ. ഈ സഫറിങ് എന്നുള്ളത് തിമോത്തിയുടെ ഈ 2nd ലേഖനത്തിൽ മുഴുവൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. സുവിശേഷീകരണത്തിന് ആരെയൊക്കെ ദൈവം നിയമിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഈ വലിയ പട്ടാളത്തിന്റെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നെങ്കിൽ, ഫ്രണ്ട് ലൈനിലാണെങ്കിൽ, യു വിൽ സഫർ. അങ്ങനെയാണെങ്കിൽ സമൂഹമായി, സഭയായി ഈ പത്യവചനത്തിന് വേണ്ടി നിന്നാൽ പൂമാലയല്ല ആളുകൾ തരുന്നത്. We will suffer for the gospel. ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കും. ആളുകൾ വേണ്ടാത്ത കാര്യം പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്ന് വരാം. നേരിട്ട് വന്ന് ദേഹ ഉപദ്രവം നടത്തിയെന്ന് വരാം. If you stand for the gospel, ചൂളരുത്. Don't be ashamed. അല്ലാതെ സുവിശേഷ വേല സൈറ്റ് സീയിങ് പിക്നിക് അല്ല. ദേശമൊക്കെ ഒന്ന് കണ്ട്, പാസ്റ്ററുടെ ഒന്ന് എറണാകുളത്ത് ഞങ്ങളോട് വരുന്നത് എന്തിനാ, എറണാകുളമൊക്കെ ഒന്ന് കണ്ട്, അടുത്ത ആഴ്ച ട്രിവാൻഡ്രത്ത് പോകുന്നു, സൂയിൽ ഞങ്ങളോട് വരുന്നുണ്ട്. ഇത് സൂ പോയി കാണുന്നതല്ല. ഞാൻ ചില വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ഷോക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഞാൻ ആ ദേശം കാണാൻ പോയില്ല, കാരണം എനിക്ക് സമയം കിട്ടിയില്ല. കാരണം യോഗത്തിന് വേണ്ടി വീട്ടിനകത്തിരുന്ന് പ്രിപ്പയർ ചെയ്യുക. ന്യൂയോർക്കിൽ നിന്ന് അദ്ദേഹം മരിച്ചുപോയി. എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു. ഞാൻ ഫ്ലൈറ്റ് എടുക്കേണ്ടത് മടക്കി യാത്രയ്ക്കുള്ള അന്ന് അവൻ എയർപോർട്ടിൽ അങ്ങനെ കൊണ്ടുവന്നില്ല. എന്നോട് കുറെ ബിൽഡിംഗ് കാണിച്ചു, ഇതാ. ഞാൻ ലീസ്റ്റ് ഇൻട്രസ്റ്റഡാ, എനിക്കൊരു ഇതിനകത്ത് ഇതുമില്ല. അങ്ങനെ ഞാൻ പുള്ളിയെ ഓഫൻഡ് ചെയ്യാതെ ഒന്നും പറഞ്ഞില്ല. ദുബായി പോകുന്നത് ബുർജ് ഖലീഫ കാണാനല്ല. ചിലർക്ക് അതാ വലിയ ഹരം. അതല്ല സുവിശേഷ വേല.
അതല്ല സുവിശേഷമല്ല. അങ്ങനെ ഒരുപാട് പേരുടെ ഉള്ളത്തിലുണ്ട്. This hard work and you will be persecuted and you will suffer for the gospel. പൗലോസിന് പറയാനുള്ളത് ഇതാ, ഇത് സഫറിങ്ങിന്റെ പാതയാ, പക്ഷെ എനിക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഈ സാക്ഷ്യം നീ കണ്ടോ, ഇത് അനുഗമിക്ക്, ഇമിറ്റേറ്റ് ചെയ്യുക. and don't be ashamed. ഒത്തിരി വാക്യങ്ങൾ, 8-9 വാക്യം ഈ 2-ാം അധ്യായത്തിൽ തന്നെ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്നതുപോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. ഞാനിപ്പോ ഈ കാരാഗ്രഹത്തിൽ ഒരു ക്രിമിനലിനെ പോലെ കിടക്കുന്നു. I am suffering for the gospel, but I am not ashamed. അതാണ് 12-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ പറഞ്ഞത്. I am not ashamed. ക്രിമിനലിനെ പോലെ കിടക്കുക. എന്ത് കുറ്റം ചെയ്തു? He spoke the gospel. തന്റെ ഇടമുണ്ടോ മക്കളെ സുവിശേഷ വേലയ്ക്ക് അയക്കാൻ? സുവിശേഷ വേലയ്ക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ ഇരിയെന്നേ. നീ ഭയങ്കര താല്പര്യ. എന്തേ മോനെന്തി? സ്തോത്രം. 2 പേരുണ്ടെങ്കിൽ ഒരാളെ കൊടുക്കാൻ ഒക്കുമോ? അതെന്താ? അപ്പൊ ഒരു വലിയ ഡയലോഗാ. ഞങ്ങളെ ആരിൽ നിന്നും വാങ്ങിച്ചൊന്നും കഴിക്കത്തില്ല, കൊടുത്തേ കഴിക്കൂ. എന്റെ പൊന്നു കുഞ്ഞ് സുവിശേഷ വിലയ്ക്ക് ഇറങ്ങണ്ട. അത്രയങ്ങ് അഭിമാനമാണെങ്കിൽ. യു ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് ദ ഗോസ്പൽ. 24-ാം വാക്യം. കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ. പാസ്റ്ററോടുള്ള ദൂത ആന്നേ. ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും. അടുത്ത കേൾക്കണം. ദോഷം സഹിക്കുന്നവനുമായി അത്ര ഇരിക്കേണ്ടത്. ദോഷം സഹിക്കണം. ദോഷമുണ്ട്. സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ യു വിൽ ബി റോങ്ഡ്. ലജ്ജിക്കരുത്. തിമോത്തി, ഞാനേടാ എനിക്കിങ്ങനൊക്കെ ഉണ്ടായാലും ഞാൻ നിനക്ക് വേണ്ടി നല്ലപോലെ പ്രാർത്ഥിക്കുന്നു. നിനക്കൊരു കുഴപ്പം വരത്തില്ല കേട്ടോ. ഞാനാ പറഞ്ഞ ആ കുറിപ്പുള്ള നോട്ടൊക്കെ അത് വെച്ചങ്ങ് പ്രസംഗിച്ചോണ്ടോ, ഒരു കുഴപ്പം വരത്തില്ല. ഇതല്ല, യു വിൽ ബി റോങ്ഡ്. പക്ഷെ ലജ്ജിക്കരുത്. അതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ കാരണം, ശക്തമായി ദൈവത്തിന്റെ വചനം ശക്തിയോടെ പറയുമ്പോൾ ജഡ സ്വഭാവം ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഉണർത്തപ്പെട്ട് പ്രസംഗിക്കെതിരെ വിരൽ ചൂണ്ടും. ഇല്ലേ? അയാളത് എന്നോടല്ലേ പറഞ്ഞത്? അയാൾ എന്റെ കുഞ്ഞിനോടല്ലേ പറഞ്ഞത്? അയാൾ ഞങ്ങളുടെ കുടുംബത്തോടല്ലേ പറഞ്ഞത്? അതല്ലേ? ആ കാർണൽ നേച്ചർ ഉണർത്തപ്പെടും, ദോഷം ചെയ്യും. പക്ഷെ എന്താ 12-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ? I am not ashamed. I am not ashamed of the gospel. അത്ര വലിയ സന്ദേശമാണിത്. ഈ സന്ദേശം പറയാൻ എന്നെ ദൈവം തമ്പുരാൻ നിയോഗിച്ചിരിക്കുന്നു. പോൾ പറയുന്നത്, no, I am not ashamed. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, are you ashamed of the gospel? ഏത് ഗോസ്പലാണ് നിങ്ങൾ ചിന്തിച്ചത്? നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി, മെഴ്സഡീസ് വണ്ടി തരുന്ന ഗോസ്പലാണോ നിങ്ങൾ കേട്ടത്? കണ്ടോ? ഗോസ്പലിന് വേണ്ടി നിന്നാൽ, അത് പ്രചരിപ്പിച്ചാൽ യു വിൽ സഫർ. നമുക്കൊരു ന്യൂട്രൽ എന്ന് പോകാം. സ്തോത്രം. എന്തൊരു നിശബ്ദത. This is the truth. സത്യത്തിന് വേണ്ടി ധൈര്യത്തോടെ ദൈവം ഏൽപ്പിച്ച സന്ദേശമായിട്ടത് പറയുമ്പോൾ ഇരുട്ടിന്റെ രാജ്യം ഇളകും. ആ പ്രസംഗിയിൽ കത്തിയിരിക്കുന്ന ആ ജ്വാലയെ കെടുത്താനായി കുടുംബങ്ങൾ, വ്യക്തികൾ എഴുന്നേൽക്കും. പക്ഷെ പിൻവലിക്കരുത് സുവിശേഷം. I am not ashamed of the gospel. I am not ashamed of the gospel. സ്തോത്രം.
കള്ളക്കേസിനകത്ത് കൊടുക്കും, കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കും, അന്യായമായിട്ട് ഒരുപാട് കാര്യം എതിരെ ചെയ്തുവെന്ന് വരാം. പൗലോസിന്റെ ഒക്കെ ചരിത്രം മുഴുവനല്ലേ? പൗലോസിന് മുമ്പ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഐഹിക ജീവിതവും ശുശ്രൂഷയും ഒന്ന് നോക്ക, ഇത് തന്നെയല്ലേ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എഫെസോസിൽ വരുമ്പോൾ, തിമോത്തി നീ അയവ് വരുത്തരുത്, ദോഷം ചെയ്യുമ്പോഴും ശാന്തനായി നിന്ന് കാര്യം പറഞ്ഞു. സ്തോത്രം. സ്തോത്രം പറയാൻ ഒക്കുന്നില്ലേ? തിമോത്തിയുടെ കാര്യം പറഞ്ഞേ. സ്തോത്രം. ഏതാ ഈ പശ്ചാത്തലം? 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്ന്. അതാണ് കാലം. ഇന്ന് ആ കാലമാണ്. കർത്താവിന്റെ 2-ാം വരവ് വരെ ആ കാലമാണ്. ദുർഘട സമയത്താണ് സത്യത്തിന് വേണ്ടി നിൽക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് 4-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യത്തിൽ നീ വചനം പ്രസംഗിക്കുക. കർണരസകരമായ കാര്യങ്ങളൊക്കെ കേൾപ്പാൻ ആളുകളെ പെരുപ്പിക്കുന്ന കാലത്ത് നീ എന്ത് ചെയ്യണം? യു സ്റ്റാൻഡ് ഫോർ ദ വേർഡ്. 3-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണേ. പൗലോസ് ഈ 10-11 വാക്യത്തിൽ പൗലോസിന്റെ ആ എക്സാമ്പിൾ അവിടെ തരികയാണ്. തിമോത്തിക്ക് ആഹ്വാനം കൊടുക്കുകയാണ് അദ്ദേഹത്തെ പിൻപറ്റുവാനായി. നീയോ എന്റെ ഉപദേശം, നടപ്പ, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അത് ഞാൻ റെഡിയാ. പൗലോസിന്റെ ഈ മാതൃക പിൻപറ്റാൻ നിങ്ങൾക്കെല്ലാം റെഡിയാണ്. പക്ഷെ അത് റെഡിയാണെങ്കിൽ 11-ാമത്തെ വാക്യത്തിലെ കാര്യവും ഉണ്ട്. എന്താണ്? അന്ത്യോക്യയിലും ഇക്കോന്യത്തിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിൽ എല്ലാറ്റിലും നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. എനിക്ക് വലിയ ആഗ്രഹം പൗലോസിനെ പോലെയാണ്. അങ്ങനെയാണെങ്കിൽ 11-ാം വാക്യവും ഉണ്ട്. 11-ാം വാക്യം മാറ്റിയിട്ട് ഒരു 10-ാം വാക്യത്തിലെ പൗലോസിനെ പിടിക്കണ്ട. സുവിശേഷത്തിന് വേണ്ടി നിന്നാൽ സഭയോട് ഞാൻ പറയാം, വിവിധ നിലയിൽ ഉപദ്രവം ഉണ്ടാകും. ബട്ട് ഡോണ്ട് ബി അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. ഇപ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കുന്നയാളുടെ ഒരു ലജ്ജയില്ല. അല്ല പൗലോസേ, ഇങ്ങനെ ഒരായുസ്സൂടെ കിട്ടിയാൽ, എനിക്കറിഞ്ഞുകൂടെ അങ്ങനെ ആരെങ്കിലും ചോദിച്ചോണ്ട്. എൻ്റെ ഇമാജിനേഷനിൽ പൗലോസ് പറയുന്ന മറുപടി, കുറച്ചുകൂടെ നേരത്തെ ഞാൻ ഇറങ്ങിയേനെയും വേലയ്ക്ക്. കാരണം ഇത് നിത്യമായ സന്ദേശമാണ്. ഇത് മരണത്തെ തോൽപ്പിച്ച സന്ദേശമാണ്. ഇത് ഉയർപ്പിന്റെ സന്ദേശമാണ്. ഇത് പ്രത്യാശ നൽകുന്ന സന്ദേശമാണ്. ഈ സന്ദേശം അറിയിക്കാൻ ദൈവം നിയമിച്ചത് സംഘടനകളല്ല. ഒരു ഉപദേശവും സംഘടനയുടെ വെളിച്ചത്തിൽ നിൽക്കണ്ട. കാര്യം വല്ലതും അടുത്ത സംഘടനക്കാരെല്ലാം കൈവളർത്തി കാണിക്കും. കർത്താവിന്റെ കൂടെ നിൽക്കണം. കർത്താവിന്റെ സന്ദേശം അറിയിക്കണം. കർത്താവ് കൂടെ നിൽക്കും. ഇതിലെല്ലാം കർത്താവ് എന്നെ വിടുവിച്ചു. 3-ന്റെ 12-ാം വാക്യം, അതിനകത്ത് എത്ര പേര് പെടുമെന്നുള്ളത് നോക്കിക്കേ. എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും എല്ലാം ഉപദ്രവം, പക്ഷെ നമ്മളിൽ ചിലർക്കുണ്ടാകത്തില്ല. വാക്യം ഒന്നുകൂടെ, എല്ലാവർക്കും എന്നുള്ള പദമാണ്. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം. അപ്പൊ എത്ര പേരില്ല അതിനകത്ത്? ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താന്ന് ഞാൻ വ്യാഖ്യാനിക്കേണ്ട, നിങ്ങൾക്കറിയത്തില്ലേ? പോൾ തിമോത്തിയോട് പറയാ, ദിസ് ഇസ് ദ വേ ഐ ആം. ഞാൻ മാത്രമല്ല, ഗോഡ്ലി ലൈഫ് ജീവിപ്പാൻ ആഗ്രഹമുണ്ടോ? യു വിൽ സഫർ. എല്ലാവരും യു വിൽ സഫർ. കണ്ടോ? നമ്മള് 1-ാം വാക്യത്തിന്റെ 12 പിടിച്ച് 2-ാം അധ്യായം 3-ാം അധ്യായത്തിലൂടെ വരിക. ഈ ലേഖനം മുഴുവനും സുവിശേഷത്തിന് വേണ്ടി സഫർ ചെയ്യുന്ന കാര്യമാണ്. ഇത് കണ്ടുകൊണ്ടാണ് തിമോത്തി ഓർത്തത്, നമ്മൾ പണ്ടത്തെ പോലെ ചൂടായിട്ട് ഇങ്ങനെ പറയുമെന്ന് വേണ്ട, ഒരിച്ചിലൊന്ന് അയവ് വരുന്നതാണ്. നോ നോ, ഡോണ്ട് ബി അഷെയിംഡ്. 4-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ ഞാൻ നിർത്തി വായിക്കുകയാണ്. എന്നിട്ട്
ക്ലോസ് ചെയ്യാൻ. ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അപ്പൊ തൻ്റെ എക്സാമ്പിൾ തിമോത്തിക്ക് കൊടുക്കുക. എങ്ങനെയാണ് ഈ കഷ്ടതയുടെ നടുവിൽ മോനെ നീ നേരെ നിൽക്കേണ്ടത് എങ്ങനെയാ? തൻ്റെ ഉദാഹരണത്തിലൂടെ തിമോത്തിയോട് പറഞ്ഞ് മനസ്സിലാക്കുക. 15-ാം വാക്യം, അവൻ നമ്മുടെ പ്രസംഗത്തോട് ഒപ്പം, അതാ വിഷയം. അല്ലാതെ കാറ് പാർക്ക് ചെയ്തതോ അതൊന്നുമല്ല വിഷയം, അല്ല വേറെ ഏതാണ്ട് ചെയ്തതോ, TV പ്രഭാഷണം, ഇത് പ്രസംഗം വചനം, അതാണ് വിഷയം. ചെമ്പച്ചാൻ എന്തിനാ ഉടക്കുന്നത്? അവന്റെ മുന്നിൽ പ്രസംഗം കേട്ടില്ലേ? പ്രസംഗമാണ്. ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ, അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നത് കൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക. എനിക്കും പലപ്പോഴും ആഗ്രഹമുണ്ട് ചിലരോട് പറയണമെന്നിത്. പക്ഷെ ഞാൻ പറഞ്ഞാൽ ചെമ്പനങ്ങളിനെ വിളിച്ച് അവർ പറയും, പാസ്റ്റർ പറഞ്ഞു ചെമ്പച്ചാനെ സൂക്ഷിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അതുകൊണ്ട് പൊതുവിൽ ഞാൻ പറയാ, ചിലരെ സൂക്ഷിക്കേണ്ട കേസുണ്ട്. നിങ്ങൾ അറിഞ്ഞായിരുന്നു പാസ്റ്റർ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ ഒന്ന് സൂക്ഷിക്കണോ? സ്തോത്രം. ഇതൊക്കെ നമുക്കറിയാം ഇതിൻ്റെ കാര്യം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പൗലോസ് ഇങ്ങനെ സഫർ ചെയ്യുന്നത്? പ്രസംഗിക്കുന്നുണ്ട്, ദൈവവചന നിമിത്തമാണ്. തിമോത്തിയോടും ഒരു മുന്നറിയിപ്പ് കൊടുക്കുക, ഈ മനുഷ്യനെ സൂക്ഷിക്കണം. എന്തിനാ തിമോത്തിയോട് അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത്? നമ്മളൊരു ടീമിലാണോ മോനെ? എടാ, ഞാൻ പ്രസംഗിച്ചപ്പോ ഈ പുള്ളി പരിപാടി ഒപ്പിച്ചു, പണി തന്നു, നിനക്കും തരും. കാരണം നമ്മൾ ഒരു ടീമിലാ. നീ പ്രസംഗിക്കുമ്പോൾ നിന്നെയും വെറുതെ വിടത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഞാന് സഹോദരന്മാരെ നിങ്ങളോടെല്ലാം ഒരു കാര്യം പറയാം. ആരെങ്കിലും എന്തെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് കയറി കൊത്തരുത്. മനസ്സിലായോ? വമ്പൻ പരിപാടിയാ പിശാചിന്റെ. പിശാച് വരുന്ന പണ്ടത്തെ ഒനീത ടിവിയുടെ കൊമ്പൻ ആശാനെ പോലെയൊന്നും അല്ല. നമ്മൾ പിശാചിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞൊരു കൊമ്പ് വെച്ചൊരു പുള്ളിയൊന്നും അല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു കേട്ടോ. പിന്നെ ചില വിഷയങ്ങളുണ്ട്, ഒടൻ സൂക്ഷിച്ചോണം. നമ്മുടെ ചില കുടുംബങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചിലരുടെ പൂണിയിൽ പെട്ടുപോയി. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ ഒന്ന് ഓർത്തോണം. എന്താണ്? അവനെ നീയും സൂക്ഷിച്ചോണം. വളരെ സൂക്ഷിക്കണം. ഞാൻ പറയാം, ഓരോരുത്തരുടെ വാക്ക് നിങ്ങൾ സൂക്ഷിക്കണം. പക്ഷെ ചിലരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് ഒത്തിരി സാധുവാണ്. ഞാൻ സാധുവും ദോഷിയും പുഴുവാ. അതുകൊണ്ട് അവരോട് പറഞ്ഞാൽ ഒന്നും പുഴുവാന്നേ ഞൊളച്ച് നടക്കുക അല്ലേ? അത് നമ്മളെന്ത് ചെയ്യുക? അങ്ങ് സാധുവും പുഴുവും പൊടിയും മണ്ണും ചെളിയും ആകാതെ പരിജ്ഞാനമുള്ളവരായ കേട്ടോ. അവൻ നമ്മുടെ പ്രസംഗത്തെ അത്യന്തം എതിർത്ത് നിന്നത് കൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക. 16-ാം വാക്യം. അയ്യോ, ഞാൻ ഇന്ന് രാവിലെ ഇത് വായിച്ചു. ഇതെങ്ങനെയാ ഇത്? എൻ്റെ 1-ാം പ്രതിവാദത്തിൽ റോമൻ ട്രിബ്യൂണലിന്റെ മുമ്പിൽ നിൽക്കുന്ന കാര്യത്തെ ഓർക്കുകയാണ്. ആരും എനിക്ക് തുണ നിന്നില്ല. Can you believe that? പാസ്റ്റർ ഒത്തിരി സഭകളൊക്കെ സ്ഥാപിച്ചിട്ടില്ലേ? അതെ. ഒത്തിരി പേര് രക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? അതെ. പാസ്റ്ററുടെ ശുശ്രൂഷയിൽ ഒരുപാട് പേര് വിടുതൽ, പിന്നെ ഒരുപാട് പേരെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ടോ? യെസ്. എല്ലാവരും എന്ത് ചെയ്യും? ലജ്ജിച്ചു പോയി. ആരും എന്നോട് കൂടെ നിന്നില്ല. സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങാൻ ധൈര്യമുണ്ടോ? ഇത് ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. പൗലോസ് ഒരു അപൂർവ കാര്യമല്ല. ജീസസിനെ നോക്ക്, കൂടെ ആരും ശിഷ്യന്മാരുൾപ്പെടെ നിൽക്കാത്ത ഘട്ടങ്ങൾ വന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ട്. ആ സമയത്ത് ധൈര്യപ്പെടേണ്ടത്, യു ലുക്ക് അറ്റ് ദ ബൈബിൾ. നമുക്ക് മുൻപേ മാർച്ച് ചെയ്ത വിശുദ്ധന്മാർ അനുഭവിച്ചത്, അവരുടെ സാക്ഷ്യങ്ങൾ എഴുതിയിരിക്കുക. എന്നിട്ട് ഇവർക്ക് പറയാനുള്ളത്, we are not ashamed. ഇത് ലജ്ജിക്കാനുള്ള ന്യൂസ് അല്ല. അറിയാത്ത കുറെ ആളുകൾ പിശാചിന്റെ ഭൂണിയിൽ കിടക്കുന്ന പലതും
ബൈബിൾ വചനം നിമിത്തവും സുവിശേഷ നിമിത്തവും അറ്റാക്ക് ചെയ്യുന്നു. എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. കാരണം ഇത് സത്യമാണ്. ഇതാണ് എന്നെ മാറ്റിയത്. ഇതാണ് എനിക്ക് പ്രത്യാശ നൽകിയത്. ഇത് പ്രചരിപ്പിക്കാൻ എന്നെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. വിളിയെക്കുറിച്ചും നിയോഗത്തെക്കുറിച്ചും ഒക്കെ ഉറപ്പില്ലെങ്കിൽ ആടിപ്പോ. എന്നും നമ്മൾ നമ്മളോട് തന്നെ പറയണം, God has called you into ministry. സ്തോത്രം. ആരും എനിക്ക് തുണ നിന്നില്ല. എല്ലാവരും എന്നെ കൈവിട്ടു. അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. അപ്പൊ അവർ ചെയ്തത് പാപമാണ്. ദൈവം തമ്പുരാൻ കണക്കിടാതെ ഇടട്ടെ. അപ്പൊ വാശിയും വൈരാഗ്യവും ഇല്ല. അന്ന് എന്നെ കോടതി കയറ്റിയപ്പോ ഇവന്മാരൊക്കെ എന്നെ കാലുവാരി. നോ, God have mercy on you. ഇതൊക്കെ താൻ പറയുന്നത് തിമോത്തിയുടെ അന്തരാത്മാവിൽ തന്നെ ഉണർത്താൻ വേണ്ടിയാ. ശക്തമായ നിലയിൽ എഫെസോസിൽ അദ്ദേഹം സ്ട്രെസ്സിലാക്കുമ്പോൾ, ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ ലജ്ജിക്കരുത്, വെള്ളം ചേർക്കരുത്. പ്രീച്ച്. സ്തോത്രം. ഈസി അല്ലത് കേട്ടോ, ഈസി അല്ലത്. ദൈവം കൃപ പകർന്നതിലേ നോക്കൂ. ഇത് ഈസി അല്ല. 17-ാം വാക്യം, കർത്താവ് എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും. കണ്ടോ, നിയോഗിച്ചതാരാ? പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായിട്ട് ദൈവമല്ലേ നിയമിച്ചത്? നിയമിച്ച ദൈവം ആര് കൈവിട്ടാലും വിടാതെ കൂടെ നിന്നു. അതാണ് സുവിശേഷകൻ. God will not forsake me. കർത്താവ് എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷ പ്രാപിച്ചു. സിംഹത്തിന്റെ വായ്, അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് കണ്ട് സാത്താൻ ഊടാടി സഞ്ചരിക്കുന്നു. പിശാചിന്റെ കെണികളിൽ നിന്ന് ദൈവം എന്നെ സംരക്ഷിച്ചു. അപ്പൊ ഒരു കാര്യം ഉറച്ചോണം, എല്ലാരും കൈവിട്ടാലും സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവ പൈതലിനെ ദൈവം കൈവിടത്തില്ല. ഒന്നും മനസ്സിലായില്ല, ഇത് മനസ്സിലാകും. He will never forsake you. Never ever forsake you. നമ്മൾ ഈ ചിന്തിക്കുന്നത്, ഇപ്പൊ ആളുകളെല്ലാം നിൽക്കേണ്ടവരെല്ലാം നമ്മളെ തഴഞ്ഞ് ഓടിപ്പോയി, നമുക്കതാ വേവല. എൻ്റെ ദൈവമേ, ചിലര് പറയുന്ന കേട്ടാ എനിക്ക് തന്നെ ഇത് പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് എന്നോ കഴിയും എന്ന് പറഞ്ഞ എടേ, ഇത് ആരോടായി പ്രാർത്ഥിക്കുന്നേ? ദൈവം അനുകൂലമാണ്, പിന്നെ ആര് പോയാ എന്നെ? അപ്പൊ പ്രാർത്ഥിക്കാനല്ല ഞങ്ങൾക്ക് വല്ലതും കഴിയുമോ ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു ഗുണവും ഇല്ല. പ്രാർത്ഥിക്കാനല്ല. ദൈവവുമായിട്ട് പ്രാഗൽഭ്യമുണ്ടോ? ആക്സസ് ഉണ്ടോ ത്രോൺ റൂമിലേക്ക്? എന്തിനാണ് ലജ്ജിക്കുന്നത്? എന്തിനാണ് ഭയപ്പെടുന്നത്? എല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോയി. കർത്താവ് എനിക്ക് തുണ നിന്നു. എന്നിട്ട് സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. 18-ാം വാക്യം, കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും എന്ന് പറഞ്ഞാൽ പിശാചിന്റെ സകല വിധമായ അസ്ത്രങ്ങളിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നും പിശാചിനാൽ ഉപയോഗിക്കപ്പെടുന്ന ആളുകളുടെ സ്കീമിങ്ങിൽ നിന്നും വിടുവിച്ചു. തൻ്റെ സ്വർഗരാജ്യത്തിനായി രക്ഷിക്കും. അവന് എന്നേക്കും മഹത്വം. ആമേൻ. പക്ഷെ നിർത്താറായോ? ഇല്ല. 12-ാം വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് നിർത്താം. 12-ാം വാക്യത്തിലേക്ക് വന്നിട്ട് നമ്മൾ അതിന്റെ ആദ്യത്തെ ഭാഗമാണ്. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. അത് ഈ ലേഖനത്തിൽ ഉടനീളം സഹിച്ച കാര്യമാണ്. അല്പമെങ്കിലും ഒന്ന് ഡൗൺ ആയി നിൽക്കുന്ന തിമോത്തിയോട് പറയുന്നത്, എടാ നീയും പ്രതീക്ഷിക്കേണ്ടത് ഇതാണ്, ലജ്ജിക്കരുത്. ഞാൻ സഹിച്ചത് നീ കണ്ടോ? ഒന്നൂടെ. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. അതാണ് നമ്മുടെ വിഷയം. I am not ashamed. Why? Because the gospel is great news. അത് വ്യക്തിപരമായി എന്നെ വിടുവിച്ചതാണ്.
അത് പറയാനും പ്രചരിപ്പിക്കാനും ദൈവമാണ് എന്നെ അപ്പോയിന്റ് ചെയ്തത്, മനുഷ്യനല്ല. ഈ കഷ്ടതയിലെല്ലാം ദൈവം എന്റെ കൂടെ നിന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഇത്ര ശക്തമായ നിലയിൽ എതിരിട്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. പൗലോസ് ധാരാളം എതിരാളികൾ ഉണ്ടായിരുന്നു, കഷ്ടതകൾ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ലജ്ജിക്കുന്നില്ല. എന്നിട്ട് പറയാണ്, എന്താ? ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് അറിയുന്നു. എനിക്കൊരിക്കലും ലജ്ജിക്കാനൊക്കത്തില്ല. അതെന്താണ്? ഞാൻ എൻ്റെ ആശ്രയം മുഴുവനും കർത്താവില വെച്ചിരിക്കുന്നു. മനുഷ്യൻ പലരും പോയി. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. എന്തോ ഉറപ്പാന്നേ. ഈ കാരാഗ്രഹത്തിൽ കിടന്ന് നാളെ രക്തസാക്ഷിയാകാൻ പോകുന്ന മനുഷ്യന്റെ അകത്തെ ഉറപ്പ് നിങ്ങൾ കണ്ടോ? അതെങ്ങനെ ഇങ്ങനെ ഒരു ഉറപ്പ്? സുവിശേഷത്താൽ മരണഭയം പോയി. സുവിശേഷത്താൽ ഭാവി പ്രത്യാശ തന്റെ ഉള്ളത്തിലുണ്ട്. ഹി ഈസ് നോട്ട് ഗോയിങ് ടു മൂവ്. സുവിശേഷത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ലജ്ജയില്ല. ഞാൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ ആർക്കെങ്കിലും അതൊന്ന് വായിക്കാമോ? For this reason I also suffer these things, but I am not ashamed, for I know whom I have believed. I know whom I have believed. എന്ന് പറഞ്ഞാൽ the Lord Jesus Christ. എന്നിട്ട് And I am convinced that he is able to guard what I have entrusted to him until that day. What has he entrusted Jesus? ആ ദിവസം വരെ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ഏൽപ്പിച്ചത് അവിടുന്ന് കാക്കാൻ വിശ്വസ്തനാണ്. പൗലോസേ, അങ്ങ് എന്താണ് ഏൽപ്പിച്ചത്? ഒറ്റ വാക്കി പറയാം. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെയും ശരീരാത്മദേഹികളെ ഞാൻ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കാൻ. അവിടുന്ന് എന്നെ സംരക്ഷിച്ച് കാപ്പാൻ വിശ്വസ്തനാണ്. അവിടുന്ന് അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. എൻ്റെ ജീവിതം, എൻ്റെ ആത്മാവ്, എൻ്റെ സർവ്വതും ഞാൻ കർത്താവിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അവിടുത്തെ കരം സേഫാണ്. And therefore I will not be ashamed of the gospel. ഞാൻ ഭയന്ന് മിണ്ടാതിരിക്കത്തില്ല. ഞാൻ ടോപ്പിക്ക് തിരുത്തത്തില്ല. ഞാൻ അതിന് വെള്ളം ചേർക്കത്തില്ല. സത്യം സത്യമായി ആത്മാവ് തരുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പൗലോസ് ഇനി അധികം ദിവസങ്ങളൊന്നുമില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് കത്തെഴുതി ക്ഷീണമെന്ന് എവിടെങ്കിലും തട്ടിയിട്ടുണ്ട്, അവനെ കൂടെ ബലപ്പെടുത്തിയിട്ട് വേണം പോകാൻ. ഭയങ്കരമാന്നേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുമ്പ് നടന്ന ഭക്തന്മാർ ഇവരൊക്കെ സ്വർഗത്തിലുണ്ട് കേട്ടോ. ഈ സ്വർഗത്തിൽ പോകാനാ നമ്മൾ ഇരിക്കുന്നത്. സ്തോത്രം. ചിലരുടെ വലിയ ഡ്രീമാണ്, ഞാൻ ചെന്ന് പൗലോസുമായിട്ട് ഡിബേറ്റ് നടത്തും, പൗലോസുമായിട്ട് ഏതാണ്ട് വിഷയത്തെക്കുറിച്ച് ചിന്തിക്കും. അങ്ങ് ചെല്ലാദ്യം. അതിനായി കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ധാരാളമായിട്ട് പകരട്ടെ. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്തവർ മാത്രം അക്കരമെന്ന് നിർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് ഒന്ന് ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നേ. എന്തെങ്കിലും ലജ്ജയോ ഭയമോ ഭീതിയോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഈ പ്രഭാതത്തിൽ ഓടി മറയണം. എല്ലാം വിട്ടുമാറണം. എല്ലാം വിട്ടുമാറണം. ഹല്ലേലൂയ. ആരോഗ്യമുള്ളവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, കണ്ണുകളൊന്ന് അടച്ചാട്ടെ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എവിടെയെങ്കിലും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ നടുവിൽ ആളുകൾ സമ്മേളിച്ച ഇടങ്ങളിൽ ചെറുതായിട്ടൊന്ന് ചൂളിപ്പോയതുപോലെ തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ പറയണം, കർത്താവേ, കാര്യം അറിയാതെയാ. സുവിശേഷം എത്ര ശ്രേഷ്ഠമാണ്. വാട്ട് ഈസ് ദ ഗോസ്പൽ? ദ ഗോസ്പൽ ഈസ് ജീസസ് ക്രൈസ്റ്റ്. സുവിശേഷത്തെ കുറിച്ച് ലജ്ജിച്ചെന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് ലജ്ജിച്ചു. അത് ദൈവസന്നിധിയിൽ പാപമാണ്. അതിനല്ല നമ്മളെ വിളിച്ച് നിയോഗിച്ചിരിക്കുന്നത്. വിളിയെക്കുറിച്ചും നിയോഗത്തെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും ഒരു ശരിയായ അറിവുണ്ടെങ്കിൽ ഇത് നാണം കെടേണ്ട ന്യൂസ് അല്ല, ഇത് ജനത്തെ അറിയിക്കേണ്ടതാണ്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധം.
ആത്മാവിനെ എന്തിനാ തന്നത്? പ്രാഗൽഭ്യത്തോട് ഇത് പറയാനാ തന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തീരുമാനം എടുത്തു പോകണം. ഞാൻ എല്ലാവരെയും അറിയിക്കും, വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അറിയിക്കും, എൻ്റെ സാക്ഷ്യം ഞാൻ അറിയിക്കും, എൻ്റെ ബന്ധുമിത്രാദികളെ ഞാൻ അറിയിക്കും. എല്ലാ കണ്ണുകളും അടച്ച് നിങ്ങൾ കർത്താവിനോടൊന്ന് സംസാരിച്ചാട്ട്. സിയോൻ സൈന്യമേ ഉണർന്നിടുക എന്നുള്ള പാട്ട് നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കണം. അതിനു മുമ്പ് ഒരു തീരുമാനമെടുത്താട്ടെ. കർത്താവെ, എന്നോട് ക്ഷമിക്കണം. അവിടുത്തെ ആത്മാവിനാൽ ഈ പകൽക്കാലം എന്നെ ഒന്നുകൂടെ നിറയ്ക്കണം. ധൈര്യശാലികളായി നിൽപ്പാനുള്ള കൃപ എനിക്ക് തരണം. ധൈര്യത്തോടെ നിൽപ്പാനുള്ള കൃപ എനിക്ക് തരണം. അങ്ങനെക്കൊരുക്കുന്ന ഒറ്റ വേദി പോലും ഞാൻ പാഴാക്കത്തില്ലെന്ന് തീരുമാനമെടുക്കുന്നത് പറയാൻ ഇതിനകത്ത് എത്ര പേരുണ്ട്? ആളുകൾ സ്വീകരിച്ചാലും ആളുകൾ തള്ളിയാലും എന്നെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും എന്നെ പ്രൈസ് ദി ലോർഡ് നാണം കെടുത്തിയാലും എന്താണെങ്കിലും ഞാൻ സത്യത്തിന് വേണ്ടി നിൽക്കും. എനിക്ക് ഒരായുസേ ഉള്ളൂ. എന്നെ ദൈവം കണ്ടിരിക്കുന്നത് പ്രചരിപ്പിക്കാനാണ്. ഞാനത് പ്രചരിപ്പിക്കുമെന്ന് തീരുമാനമെടുത്താട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് കരമടിച്ച് പാടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.